ഹലോ, എല്ലാവർക്കും നമസ്കാരം. പ്രൊപ് സ്കെയിലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ സിലബസിലുള്ള മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാത്സിന്റെ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ എക്സാമിന്റെ നമ്മൾ മാത്സിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 20 മാർക്കിനാണ് നമുക്ക് മാത്സിന്റെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുക. ആ സിലബസ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏകദേശം +1 +2 ഹയർ സെക്കൻഡറി ലെവലുള്ള ഒരു സിലബസ് ആണ് മാത്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, +1 നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ചാപ്റ്റർ ആണ് സെറ്റ് അല്ലെ. സെറ്റ്സ്, റിലേഷൻസ്, ഫങ്ഷൻസ്, ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സെറ്റ് തിയറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എയും ബിയും 2 സെറ്റാണ് അല്ലെ. 2 സെറ്റാണ്. സെറ്റ് എന്താണെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അറിയുണ്ടാവും. +1 നമ്മൾ തുടക്കം പഠിക്കുന്ന ഒരു സംഭവമാണ്, ഒരു കോൺസെപ്റ്റ് ആണ് എന്ത് സെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെ. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കും. ഓക്കെ, സോ എയും ബിയും 2 സെറ്റാണ്. n ഓഫ് എ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള ആൾക്കാരുടെ എണ്ണം, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഓക്കെ, അതുപോലെ n ഓഫ് ബി ഈക്വൽ ടു 4, ബി എന്ന് പറയുന്ന സെറ്റിലുള്ള ആൾക്കാരുടെ എണ്ണം n ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ n ഓഫ് എ ക്രോസ് ബി എത്രയാണെന്ന ചോദ്യം. n ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിക്കകത്ത് എത്ര എലമെന്റ്സുകൾ ഉണ്ട്, അതാണ് എന്റെ ചോദ്യം. കൺഫ്യൂഷനിലല്ലോ. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 3 ആൾക്കാരുണ്ട്, ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് 4 ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിക്കകത്ത് എത്ര ആൾക്കാരുണ്ടാവും? ഓക്കെ, സോ നമുക്കിത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ടത് എന്താണ് എ ക്രോസ് ബി. എന്താണ് എ ക്രോസ് ബി? എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്, അല്ലെങ്കിൽ എ ക്രോസ് ബി എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, സോ എ ക്രോസ് ബി എന്ന് പറഞ്ഞാല് എയും ബിയും 2 സെറ്റുകളാണ്. ഓക്കെ, സോ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് സപ്പോസ് 1 2 ആണെന്ന് എടുക്കാം. എ എന്ന് പറയുന്ന സെറ്റ് 1 2 ആണ്. ബി എന്ന് പറയുന്ന സെറ്റ് എ ബി സി ആണ്. 1 2 എന്ന് പറയുന്ന സെറ്റ് എ ആണ്, ബി എന്ന് പറയുന്ന സെറ്റ് എ ബി സി ആണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി, എ ക്രോസ് ബി ഇതിനെ നമ്മൾ വിളിക്കുക, ഇതിനെ വായിക്കുക നമ്മൾ എ ക്രോസ് ബി എന്നാണ്. ഇതിനെ നമ്മൾ വിളിക്കുക ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് ബി. ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് ബി അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് ബി ആൻഡ് ഓർ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് എ ആൻഡ് ബി. കൺഫ്യൂഷനിലെല്ലാം എ ക്രോസ് ബിനെ നമ്മൾ വിളിക്കുന്നത് ഒന്നുകിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്നോ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നോ ആണ് നമ്മൾ വിളിക്കുക. ഇനി അത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം, എങ്ങനെ കണ്ടുപിടിക്കും എ ക്രോസ് ബി? സംഭവം വളരെ സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം ഇവിടെ എ ആണ് എഴുതിയിട്ടുള്ളത് അല്ലെ. എ ക്രോസ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം എ എന്ന് പറയുന്ന സെറ്റിലോട്ട് പോവാം. എ എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെയുണ്ട്? 1ഉം 2 ആണുള്ളത്. ഓക്കെ, സോ അതിലെ ആദ്യത്തെ എലമെന്റ് ആരാ? 1 ആണ് അല്ലെ. ഈ 1 എന്ന് പറയുന്ന എലമെന്റിനെ ബി എന്ന് പറയുന്ന സെറ്റിലുള്ള ആദ്യത്തെ എലമെന്റ് ആരാ? എ ആണ് അല്ലെ. സോ ഈ 1 എന്ന് പറയുന്ന എലമെന്റിനെ ഞാൻ എ എന്ന് പറയുന്ന എലമെന്റുമായിട്ട് എന്ത് ചെയ്തു? പെയർ ചെയ്തു. അപ്പൊ എനിക്കൊരു ഓർഡേർഡ് പെയർ കിട്ടി അല്ലെ. ആരാണ്? 1A. 1 ഈസ് പെയർഡ് വിത്ത് എ. ഇനി അതേപോലെ ഇവിടുത്തെ ആദ്യത്തെ എലമെന്റ് 1 എന്ന് പറയുന്ന ആദ്യത്തെ എലമെന്റിനെ ഇവിടുത്തെ എ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരാളുള്ളത്? ബാക്കി ബി ആണ് അല്ലെ. സോ 1നെ ആരുമായിട്ട് പെയർ ചെയ്തു? ബിയു ആയിട്ട് പെയർ ചെയ്തു. ഓക്കെ, ഇനി ആരാ ബാലൻസ് ഉള്ളത്? 1നെ സിയു ആയിട്ട് പെയർ ചെയ്തു. അപ്പൊ 1 എന്ന് പറയുന്ന എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് 3 പെയറുകൾ കിട്ടും. ഓക്കെ അല്ലെ. 1A, 1B, 1C. ഇനി എ എന്ന് പറയുന്ന സെറ്റിൽ ബാലൻസ് ആരാളുള്ളത്? 2 അല്ലെ. അപ്പൊ ആ 2 എന്ന് പറയുന്ന എലമെന്റിനെ ഇതേപോലെ എനിക്ക് എത്ര പെയർ കിട്ടും? 3 പെയർ കിട്ടും. കൺഫ്യൂഷനിലല്ലോ. അപ്പൊ 2 എന്ന് പറയുന്ന എലമെന്റിനെ ഞാൻ ആദ്യം ആരുമായിട്ട് പെയർ ചെയ്തു? എ, പിന്നെ 2B അല്ല, അടുത്ത എ കഴിഞ്ഞ അടുത്ത എലമെന്റ് ബി, നെക്സ്റ്റ് ആരായിരിക്കും? 2C. കൺഫ്യൂഷനിലല്ലോ. ഇനി ആരെങ്കിലും പെയർ ചെയ്യാനുണ്ടോ? ഇല്ല. എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണം കഴിഞ്ഞു അല്ലെ. അപ്പൊ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് 3 പെയർ കിട്ടി, 2ന് കറസ്പോണ്ടിങ് ആയിട്ടും എനിക്ക് എത്ര പെയർ കിട്ടി? 3 പെയർ കിട്ടി. സോ ടോട്ടൽ എനിക്ക് എത്ര എലമെന്റ്സ് വരും? 6 എലമെന്റ്സ് വരും. കൺഫ്യൂഷനിലല്ലോ. അപ്പൊ എ ക്രോസ് ബിയിലുള്ള ആൾക്കാരുടെ എണ്ണം 6 ആണ്. എയിലുള്ള ആൾക്കാരുടെ എണ്ണം 2 ആണ്, ബിയിലുള്ള ആൾക്കാരുടെ എണ്ണം
3 അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിലുള്ള ആൾക്കാരുടെ എണ്ണം 6 2 × 3 6 എലമെന്റ്സുകളാണ് എ ക്രോസ് ബിയിൽ കിട്ടുക. ഓക്കെ അല്ലേ? അപ്പൊ ഈ 2 എലമെന്റ്സിന് 3 പെയറാണ് അല്ലെ. അപ്പൊ ടോട്ടൽ 2 എലമെന്റ്സിന് ടോട്ടലായിട്ട് എത്ര പെയർ വരും? 6 പെയർ വരും. ഓക്കെ അല്ലെ? സോ എയും ബിയും തന്നു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചത്. എയിലുള്ള ഓരോ എലമെന്റ്സിനെയും ബിയിലുള്ള ഓരോ എലമെന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പെയർ എടുത്തു വരുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എയിലുള്ള ആൾക്കാരുടെ എണ്ണവും ബിയിലുള്ള ആൾക്കാരുടെ എണ്ണവും നമുക്ക് കിട്ടിയാൽ എ ക്രോസ് ബിയിൽ എത്ര ആൾക്കാരുണ്ട് നമുക്ക് ഇനി കണ്ടുപിടിക്കാലോ. എ ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ അതേപോലെ എയിലുള്ള ആൾക്കാരുടെ എണ്ണവും ബിയിലുള്ള ആൾക്കാരുടെ എണ്ണവും നമുക്ക് അറിയാമെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? അതാണ് നമ്മളിപ്പം പറഞ്ഞത്. എത്ര എലമെന്റ്സ് ഉണ്ടാവും? എയിലുള്ള ആൾക്കാരുടെ എണ്ണം, എയിൽ സപ്പോസ് എൻ ഓഫ് എ എന്ന് പറയുന്നത് പി ആണെന്ന് വിചാരിക്കാം. എൻ ഓഫ് എ എന്ന് പറയുന്നത് പി ആണെന്ന് വിചാരിക്കാം. എയിലുള്ള ആൾക്കാരുടെ എണ്ണം പി ആണ്. എൻ ഓഫ് ബി എന്ന് പറയുന്നത് ക്യൂ ആണ്. ബിയിലുള്ള ആൾക്കാരുടെ എണ്ണം ക്യൂ ആണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെ കണ്ടുപിടിക്കാനും. ഇപ്പൊ എയിൽ ഒരു 5 ആൾക്കാരും ബിയിൽ ഒരു 4 ആൾക്കാരും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര ആൾക്കാരുണ്ടാവും? എയിൽ ഒരു 5 ആൾക്കാരും ബിയിൽ ഒരു 4 ആൾക്കാരും. അപ്പൊ എ ക്രോസ് ബിയിൽ എത്ര ആൾക്കാരുണ്ടാവും? 5 × 4 20 ആൾക്കാരുണ്ടാവും. കൺഫ്യൂഷൻ അല്ലല്ലോ. ഇനി ഇവിടെ ഒരു 10ഉം ഇവിടെ ഒരു 5ഉം ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കാം. എയിൽ ഒരു 10ഉം ബിയിൽ ഒരു 5 ആൾക്കാരുണ്ട്. അപ്പൊ എ ക്രോസ് ബിയിൽ എത്ര പേരുണ്ടാവും? മൊത്തം എനിക്ക് എത്ര പേര് കിട്ടും? അതിനകത്ത് 50 പേര് കിട്ടും അല്ലെ. അതായത് 10 × 5 50 പേര് കിട്ടും. കൺഫ്യൂഷൻ അല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്കകത്ത് പിയും ബിക്കകത്ത് ക്യൂവും ആണെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബി എത്ര എലമെന്റ്സ് വരും? എ ക്രോസ് ബിക്കകത്ത് പി × ക്യൂ പി ക്യൂ എലമെന്റ്സ് വരും. റെഡി അല്ല? എക്കകത്ത് പി എലമെന്റ്സും ബിക്കകത്ത് ക്യൂ എലമെന്റ്സും ആണെങ്കിൽ എ ക്രോസ് ബിക്കകത്ത് എത്ര എലമെന്റ്സ് വരും? പി × ക്യൂ. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. കൺഫ്യൂഷൻ ഇല്ലല്ലോ. എയിലും ബിയിലുമുള്ള ആൾക്കാരുടെ എണ്ണം നമുക്ക് അറിയാമെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? അത് 2 എണ്ണം കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതാണ് നമ്മുടെ ചോദ്യം അല്ലെ. മീൻസ് ഇതാണ് നമ്മുടെ റിസൾട്ട്. ഈ റിസൾട്ട് വെച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ എന്താ നമുക്കുള്ളത്? എയിലുള്ള ആൾക്കാരുടെ എണ്ണം 3 ആണ്. ബിയിലുള്ള ആൾക്കാരുടെ എണ്ണം 4 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 × 4 12. റെഡി അല്ലേ? അപ്പൊ 3 × 4 12 ഓപ്ഷൻ ബി ആയിരിക്കും വരിക. റെഡി? അപ്പൊ സെറ്റ് തിയറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എ ക്രോസ് ബിയിലുള്ള ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിക്കാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററുകളിൽ പഠിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഒരിക്കലും മറക്കരുത്. എയിലും ബിയിലുമുള്ള ആൾക്കാരുടെ എണ്ണം നമുക്ക് അറിയാമെങ്കിൽ എ ക്രോസ് ബിയിലുള്ള ആൾക്കാരുടെ എണ്ണം അത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 12 ആയിരിക്കും. റെഡി? നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം. ഹൗ മെനി ടേംസ് ഓഫ് എ ജോമെട്രിക് പ്രോഗ്രഷൻ? ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട് അല്ലെ. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. ആർ നീഡഡ് ടു ഗിവ് ദ സം 63 അല്ല. അപ്പൊ ജി പി അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ എന്താണ്? ജി പി അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്, ജി പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജോമെട്രിക് പ്രോഗ്രഷനിൽ എ പിയും ജി പി. എ പി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ 10ൽ പഠിക്കുന്നുണ്ട്. ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലെ, അത് നമ്മൾ എവിടെ പഠിക്കുന്നത്? +1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു നമ്പർ, ഒരു ഫിക്സഡ് നമ്പർ ഉണ്ടാവും. ആ ഒരു ഫിക്സഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ജോമെട്രിക് സീക്വൻസ് എന്ന് വിളിക്കുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഒരു പെർട്ടിക്കുലർ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. ഇപ്പൊ സപ്പോസ് ഞാൻ ആദ്യത്തെ നമ്പർ ഒരു 2 എടുത്തു എന്ന് വിചാരിക്കാം. ഈ 2നോട് ഞാൻ ഇനി 2 മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. അപ്പം 2നോട് 2 മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? 4 കിട്ടും അല്ലെ. 4നോട് വീണ്ടും 2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 8 കിട്ടും അല്ലെ. വീണ്ടും ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ 16, 32 എക്സെട്ര അങ്ങനെ പോവും അല്ലെ. ഇനി ഇപ്പൊ ഞാൻ 3 എടുക്കുകയാണെന്ന് വിചാരിക്കാം. 3 എടുക്കുകയാണ്. 3നോടൊപ്പം ഞാൻ ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്തു. 3നോടൊപ്പം ഞാൻ എന്ത് മൾട്ടിപ്ലൈ ചെയ്തു? 1/2 മൾട്ടിപ്ലൈ ചെയ്തു. 3 × 1/2 എനിക്ക് എന്ത് കിട്ടും? 3/2. ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്തത് വീണ്ടും ഞാൻ 1/2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 3/4 എക്സെട്ര എന്ന് വരും അല്ലെ. അപ്പൊ ഇതെല്ലാമാണ് എന്ത്? ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇതിൽ ആദ്യത്തെ ടേം 2 ആണ് അല്ലെ. 2 ആണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം. ഇവിടെ ഏത് നമ്പർ ആണോ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്, ആദ്യത്തെ സീക്വൻസിൽ ആരാ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്? 2 ആണ് അല്ലെ. ആ 2നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആർ അല്ലെങ്കിൽ കോമൺ റേഷ്യോ എന്ന് വിളിക്കുക. ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ കോമൺ റേഷ്യോ ആരാണ്? 2 ആണ് അല്ലെ. അതായത് ഏത് നമ്പർ ആണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക? കോമൺ റേഷ്യോ എന്ന് വിളിക്കുക. ഓക്കെ, നമ്മൾ എ പിയിൽ എന്ത് വിളിക്കും? എ പിയിൽ
കോമൺ ഡിഫറൻസ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അതേപോലെ ഇവിടെ ജി പിയിൽ നമ്മൾ എന്തെന്നാ പറയുക? കോമൺ റേഷ്യോ എന്ന് പറയും. ഓക്കെ, ഇവിടുത്തെ കോമൺ റേഷ്യോ എത്രയാണ്? 2 ആണ്. അടുത്ത സീക്വൻസ് എടുത്ത് 3, 3/2, 3/4 എക്സെട്ര. അവിടെ നമ്മൾ ഏത് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 1/2 ആണ് മൾട്ടിപ്ലൈ ചെയ്തത് അല്ലെ? ഇവിടുത്തെ ഫസ്റ്റ് ടേം ആരാ? 3, 3/2, 3/4. ആ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആരാണ്? ഒരു ബുദ്ധിമുട്ടുമില്ല, നോക്കി എഴുതിയാൽ മതി. എന്താണ്? 3 ആണ് അല്ലെ? ഇവിടെ നമ്മൾ ആരെ മൾട്ടിപ്ലൈ ചെയ്തത്? 1/2 ആണ്. അപ്പൊ ആ 1/2നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കോമൺ റേഷ്യോ എന്ന് വിളിക്കാം. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ജോമെട്രിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനോട് ഒരു ഫിക്സഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. എ പിയിൽ നമ്മൾ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്തത്, ജി പിയിൽ നമ്മൾ ഗുണിച്ച് പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേം അല്ലെങ്കിൽ നമ്പർ, ആ നമ്പറെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കോമൺ റേഷ്യോ എന്ന് വിളിക്കാം. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതൊന്നും അല്ല. നമുക്ക് ജി പി എന്താണെന്ന് അറിയണം, ജോമെട്രിക് പ്രോഗ്രഷൻ എന്താണെന്ന് അറിയണം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജി പിയുടെ സം ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ആരാണ് ആ സീക്വൻസ്? 1, 2, 2 സ്ക്വയർ, 2 ക്യൂബ് എക്സെട്ര. ഓക്കെ, അപ്പൊ ഈ സീക്വൻസിന്റെ എന്റെ ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് ടേം ആരാണ്? എ ആണ് എന്റെ ഫസ്റ്റ് ടേം എങ്കിൽ ഫസ്റ്റ് ടേം ഇവിടെ ആരാ? 1 ആണ് അല്ലെ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഫസ്റ്റ് ടേം 1 ആണ്. കോമൺ റേഷ്യോ എന്ത് വരും? കോമൺ റേഷ്യോ ആരാ ഗുണിച്ചിരിക്കുന്നത്? 1, 2, 2 സ്ക്വയർ, 2 ക്യൂബ് എക്സെട്ര ആണ് അല്ലെ? ആരാ ഗുണിച്ചിരിക്കുന്നത്? 2 ആണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലെ? 1നോടൊപ്പം 2 ഗുണിച്ചാലല്ലേ നമുക്ക് 2 കിട്ടുക. അപ്പം R= നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും അല്ലെ? അല്ലെങ്കിൽ തൊട്ടടുത്ത ടേം എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലെ? തൊട്ടടുത്ത് കിടക്കുന്ന ടേംസുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോമൺ റേഷ്യോ കിട്ടും. അപ്പൊ ഇവിടെ 2/1 എന്ത് വരും? 2. 2 സ്ക്വയർ ബൈ 2 എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പം അതവിടെ ഇരിക്കട്ടെ. എയും ആറും കിട്ടി. ഫസ്റ്റ് ടേം 1ഉം കോമൺ റേഷ്യോ 2 ആണെന്ന് കിട്ടി അല്ലെ? ഇനി നമുക്ക് സം ആണ് കണ്ടുപിടിക്കേണ്ടത്. സം 63 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് നമുക്ക് സോൾവ് ചെയ്യണം. സമ്മിന്റെ ഫോർമുല നമുക്ക് ആദ്യം അറിയണം. ഓക്കെ, സമ്മിന്റെ ഫോർമുല എന്താ? ഒരു ജി പിയിലെ സമ്മിന്റെ ഫോർമുല, ഫസ്റ്റ് ടേം എയും, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ 6ഉമായിട്ടുള്ള ഒരു ജി പി ആണ് ഞാനിവിടെ എഴുതുന്നത്. ശ്രദ്ധിക്കുക. AR അല്ലെ? 6 ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് ടേം എ ആയിട്ട് എടുത്തു, പിന്നെ ഞാൻ 6 മൾട്ടിപ്ലൈ ചെയ്തു, വീണ്ടും ഒരു 6 മൾട്ടിപ്ലൈ ചെയ്തപ്പോ AR², AR³ എക്സെട്ര. റെഡി അല്ലേ? ഇതിന്റെ ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ എന്തുവാണ്? 6 ആണ് അല്ലെ? ഇതിന്റെ സമ്മ്, ഓക്കെ, ഇതിന്റെ ഫൈനൈറ്റ് സമ്മ് കാണാനുള്ള ഫോർമുല, അതായത് n നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ് കാണാനുള്ള ഫോർമുല a into r⁻n−1 ഡിവൈഡഡ് ബൈ r−1 ആണ്. ഒരിക്കലും മറക്കരുത്. a into r⁻n−1 ഡിവൈഡഡ് ബൈ r−1 ആണ്. ഓക്കെ, ഇവിടെ r എന്താ? കോമൺ റേഷ്യോ. a എന്താ? ഫസ്റ്റ് ടേം. n എന്താ? എത്ര ടേംസ് ഉണ്ടോ അത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. എത്ര ടേംസിന്റെ സമ്മാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതാണ് എന്ത്? n എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ SN എന്ന് പറഞ്ഞാൽ n ടേംസിന്റെ സമ്മ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല SN = a into r⁻n−1 ഡിവൈഡഡ് ബൈ r−1. ബുദ്ധിമുട്ടില്ലല്ലോ. n നമ്പർ ഓഫ് ടേംസിന്റെ ആദ്യത്തെ n നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ് എന്ന് പറയുന്നത് a into r⁻n−1 ഡിവൈഡഡ് ബൈ r−1 ആയിരിക്കും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, ഇവിടെ എപ്പോഴായിരിക്കണം? r എന്ന് പറയുന്നത് ഒന്നിനേക്കാളും കൂടുതലായിരിക്കണം. r greater than 1 ആവുമ്പോൾ. ഇനി r less than 1 ആണെന്ന് വിചാരിക്കുക, 1/2 ഒക്കെയാണ് r എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഫോർമുല എങ്ങനെ മാറും? നേരെ തിരിയും. അത്രയേ ഉള്ളൂ. അതായത് മൈനസ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r ആവും. എന്ത്? SN. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ ആദ്യം SN = a into 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r. r less than 1 ആവുമ്പോൾ, r greater than 1 ആവുമ്പോൾ, r ഒന്നിനേക്കാളും കൂടുതലാവുന്ന സമയത്ത് ഫോർമുല എന്താവും? a into r⁻n−1 ഡിവൈഡഡ് ബൈ r−1 ആവും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഈ രണ്ട് ഫോർമുല പഠിച്ചു വെക്കുക. ഏതൊരു ജി പി തന്നാലും ആ ജി പിന്റെ സമ്മ് കാണാനുള്ള ഫോർമുല. ഓക്കെ, ഇവിടെ നമുക്ക് സമ്മ് കാണാനല്ല ചോദിച്ചിരിക്കുന്നത്, സമ്മ് തന്നിട്ടുണ്ട് അല്ലെ? ഫോർമുല പഠിച്ചു വെക്കുക. സമ്മ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 63 ആണ്. n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ആ n എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ A1ഉം R2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? സമ്മ് തന്നിട്ടുണ്ട്, n കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? SN = 63 അല്ലെ? സമ്മ് എത്രയാണ്? 63. അപ്പൊ SN = 63 ആണെന്ന് പറഞ്ഞു അല്ലെ? SN 63 ആണെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർമുല എന്താ? a into r⁻n−1. അവിടെ നമ്മൾ ഏത് ഫോർമുല അപ്ലൈ ചെയ്യും?
ഇവിടെ ആറ് 2 ആണ് അല്ലെ. ആറ് 2 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 അല്ലേ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. a into r raised to n divided by r minus 1 equal to എന്ത് വരും 63 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങളൊന്നും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് a equal to 1ഉം r equal to 2ഉം ചെയ്തേ. a 1 കൊടുക്കണ്ട, a 1 കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാവും അല്ലെ. അപ്പൊ r വരും 2 കൊടുക്കുക. 2 raised to n minus 1 divided by 2 minus 1 equal to എന്ത് വരും 63 എന്ന് വരും അല്ലെ. അതായത് 2 raised to n minus 1 divided by 2 minus 1 എത്രയാ 1 ആണ്, ഈക്വൽ ടു എന്ത് വരും 63 എന്ന് വരും അല്ലെ. ദാറ്റ് മീൻസ് 2 raised to n minus 1 ഈക്വൽ ടു 63. 63 into 1 ആണ് വരിക, അതെന്താണ് വരിക 63. ദാറ്റ് മീൻസ് 2 raised to n ഈക്വൽ ടു 63 പ്ലസ് 1, മൈനസ് 1 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 1 ആവും 64. 2 raised to n ഈക്വൽ ടു 64. അപ്പൊ n എന്തായിരിക്കും? അല്ലെങ്കിൽ എനിക്ക് 64നെ എങ്ങനെ എഴുതാൻ പറ്റും? 2 raised to എത്രയാണ് 6 ആണ് അല്ലെ. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആയി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ നോക്കിയിട്ട് ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ഏതാ? 5 ആണ്. 2 raised to 5 എത്ര വരിക 32 ആണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ തന്നെ കിട്ടും. 2 raised to 6 എത്രയായിരിക്കും 64 ആയിരിക്കും. അപ്പൊ n ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും 6 കിട്ടും. കൺഫ്യൂഷൻ അല്ലോ. അപ്പൊ ഫോർമുല വൃത്തിക്ക് പഠിച്ചു വെക്കുക. ആ ഫോർമുല നമ്മൾ ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നു. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? n ഈക്വൽ ടു 6 എന്ന് കിട്ടും. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഇവിടുത്തെ ആൻസർ വേഗം ഒന്ന് മാർക്ക് ചെയ്യുക. n ഈക്വൽ ടു 6. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ജിപിയുടെ സമ്മ് കാണാനുള്ള 2 ഫോർമുല നമ്മൾ പഠിച്ചു. r ലെസ് ദാൻ 1 ആവുമ്പോഴും r ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോഴും സമ്മ് എങ്ങനെ കണ്ടുപിടിക്കും അതിന്റെ ഫോർമുലയാണ് നമ്മൾ നോക്കിയത്. ഒരു ബുദ്ധിമുട്ടുമില്ല, സുഖമായിട്ട് ആ ഫോർമുല ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ ഇവിടെ n-ന്റെ വാല്യൂ എത്രയായിരിക്കും 6 ആയിരിക്കും വാല്യൂ വരുന്നുണ്ടാവുക. കൺഫ്യൂഷനിലല്ലോ. അപ്പൊ ജി പി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെ. ജി പി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് നമ്മൾ നോക്കിയത് സെറ്റ് തിയറി ആണ്. ഇവിടെ നമ്മൾ നോക്കിയത് ജി പി ആണ് അല്ലെ. രണ്ട് നമ്മൾ +1 ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ്. +1 ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് നമുക്ക് നോക്കിയത്. അടുത്തത് ഇനി നമുക്ക് നേരെ +2 ചാടാം. സെറ്റ് തിയറി തന്നെയാണ്, ഫങ്ഷൻസ് ആണ് അല്ലെ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. f of x equal to 8x cube and g of x equal to x raised to 1/3. Find g composition f of x. g composition f of x. Composition എന്ന് പറയുന്ന മാപ്പ് അല്ലെങ്കിൽ ഓപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എഫും ജിയും രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ, ഇപ്പൊ സപ്പോസ് f is a function from a to b, g is a function from b to c. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു സി ആയിരിക്കും. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിലോട്ടാണ്, ജി എന്ന് പറയുന്നത് ബിയിൽ നിന്നും സിയിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ ഇഫ് എ മാപ്പിംഗ് ഫ്രം എ ടു സി ആയിരിക്കും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി അതെങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ല. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ്, ആദ്യം ജി ഓഫ് ഉള്ളിലുള്ളതാരാ എഫ് ഓഫ് എക്സ് അല്ലെ. അപ്പൊ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിട്ടാണ് എന്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ജി കോമ്പോസിഷൻ എഫിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡെഫിനേഷൻ വെച്ച് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് ആരാ? ജി കോമ്പോസിഷൻ എഫ് ആണ് അല്ലെ. അപ്പൊ ഈ ഡെഫിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു, ഇവിടെ പ്രോബ്ലം ചെയ്യുന്നു. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? അതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് അല്ലെ, 8x ക്യൂബ് ആണ്. ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട് x raised to 1/3 ആണ്, എന്ന് വെച്ചാൽ ക്യൂബ് റൂട്ട് ആണ് അല്ലെ. അപ്പൊ ആദ്യം ഡെഫിനേഷൻ എഴുതിക്കേ. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ബുദ്ധിമുട്ടില്ലല്ലോ. അതായത് ജി ഓഫ് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? 8x ക്യൂബ് ആണ് അല്ലെ. എഫ് ഓഫ് എക്സ് അവർ തന്നിട്ടുണ്ട് 8x ക്യൂബ് ആണ് അല്ലെ. 8x ക്യൂബ്. അപ്പൊ ആ എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ എന്ത് എഴുതി? 8x ക്യൂബ് എന്ന് എഴുതി. ബുദ്ധിമുട്ടില്ലല്ലോ. ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്, അതിൽ എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് അവർ തന്നിട്ടുണ്ട് 8x ക്യൂബ് എന്ന്, അത് നമ്മൾ അവിടെ എഴുതി. ഇനി ജി ഓഫ് 8x ക്യൂബ് എന്താ വരിക? ജി ഓഫ് എക്സ് എന്താ? ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x raised to 1/3 ആണ് അല്ലെ. അപ്പൊ ജി ഓഫ് 2 എന്തായിരിക്കും? 2 raised to 1/3 ആയിരിക്കും. ബുദ്ധിമുട്ടില്ലല്ലോ. ജി ഓഫ് 10 എന്തായിരിക്കും? 10 raised to 1/3 ആയിരിക്കും അല്ലെ. അപ്പൊ ജി ഓഫ് എന്താണെങ്കിലും, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താണെങ്കിലും
ആ എക്സ് റൈസ് ടു 1/3 എക്സിന് പകരം ആ ബ്രാക്കറ്റിനുള്ളിലുള്ള സാധനം അവിടെ കൊണ്ടിടേണ്ടി വരും. ബുദ്ധിമുട്ടില്ലല്ലോ. ജി ഓഫ് എന്താണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ആ സാധനം കണ്ടുപിടിക്കാൻ ജി ഓഫ് എക്സ് എന്താണോ അതിൽ എക്സിന്റെ സ്ഥാനത്ത് ജി ഓഫ് ആ ബ്രാക്കറ്റിനുള്ളിലുള്ള സാധനം നമ്മൾ നേരെ അവിടെ കൊണ്ട് ഇടുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ജി ഓഫ് എക്സ് എക്സ് റൈസ് ടു 1/3 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് 8x³ ആണ്. അപ്പൊ അത് മൊത്തം എവിടെ കൊണ്ടിടുന്നു? എക്സ് റൈസ് ടു 1/3 ഇടുന്നു. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇവിടെ ഉള്ളത് 8x³ ആണ്. ഇവിടുത്തെ എക്സിന് പകരം നമ്മൾ ഈ 8x³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തുവരും? വേഗം പറഞ്ഞേ. 8x³ ഹോൾ റൈസ് ടു 1/3. ഓക്കെ അല്ലേ? 8x³ ഹോൾ റൈസ് ടു 1/3. ഇനി ഇതെങ്ങനെ ചെയ്യാം? ഇതിന് എനിക്ക് 8 റൈസ് ടു 1/3 ഇൻറ്റു x³ റൈസ് ടു 1/3 എന്നാക്കും. ഇതൊക്കെ എക്സ്പോണൻസിന്റെ പ്രോപ്പർട്ടി അല്ലെ? 8 റൈസ് ടു 1/3 ഇൻറ്റു x³ റൈസ് ടു 1/3 എന്നാക്കാം. 8ന്റെ ക്യൂബ് റൂട്ട് ആരാ? 8ന്റെ ക്യൂബ് റൂട്ട് ആരാ? അല്ലെങ്കിൽ നമുക്ക് 8ന് 2³ എന്ന് എഴുതിക്കൂടെ? അല്ലെ, 2ന്റെ ക്യൂബാണ് 8 അല്ലെ? അപ്പൊ 8ന്റെ ക്യൂബ് റൂട്ട് ആരാണ്? 2 ആണ്. ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. 2 ഇൻറ്റു ഇവിടെ ഈ 3 ക്യാൻസൽ ആയി പോകും അല്ലെ? അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഏതാ? അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് എ റൈസ് ടു എം ഹോൾ റൈസ് ടു n ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു എൻ. എ റൈസ് ടു എം ഹോൾ റൈസ് ടു n ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു എൻ. അപ്പൊ ഇവിടെ 3 ഇൻറ്റു 1/3 ആണ്. ആ 3യും 3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാക്കി ആര് വരും? 2 ഇൻറ്റു എക്സ് എന്ന് വരും. റെഡി അല്ലേ? അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? 2x ആണെന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. ജി കോമ്പോസിഷൻ എഫ് ആണ് നമ്മളോട് ചോദിച്ചത്. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ആൻസർ വരിക? 2x ആണ് ആൻസർ വരിക. 2x ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ? അത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാം. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി എന്ന് പറയുന്നത് 2x ആണ് വരിക. റെഡി അല്ലേ? ഇനി ഇതേ ചോദ്യം തന്നെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട് അല്ലെ? ഇതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാം അല്ലെ? എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. അതൊന്ന് വേഗം കണ്ടുപിടിക്കുക. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്താ വരിക എന്നൊന്ന് വേഗം പറയാം. ഓക്കെ, സോ എഫ് കോമ്പോസിഷൻ ജി നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ എങ്ങനെയാണ് കോമ്പോസിഷൻ കണ്ടുപിടിക്കേണ്ടത് എന്ന് ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം. ഓക്കെ, അപ്പൊ നമ്മൾ +2 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത് അല്ലെ? ഫംഗ്ഷൻസിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു ഭാഗമാണ് എന്ത്? കോമ്പോസിഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ അത് നോക്കി അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വീണ്ടും ഡിഫറൻഷ്യബിലിറ്റി ആണ് അല്ലെ? ഇവിടെ ഡയറക്റ്റ് ഡിഫറൻഷ്യബിലിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഡിഫറൻഷ്യബിലിറ്റിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ? നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി എവിടെ പഠിക്കുന്നത്? +1 ഒരു കുഞ്ഞു ഭാഗം പഠിക്കുന്നുണ്ട്. ബേസിക്സ് അല്ലെ? ജസ്റ്റ് തുടങ്ങുന്നുണ്ട് നിങ്ങൾ. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് ഓൾറെഡി. അത് കഴിഞ്ഞതിന് ശേഷം +2 നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിക്കുന്നുണ്ട്. അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യബിലിറ്റി പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഏത്? ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്നും നമുക്ക് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ദ ഇന്റർവെൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സംതിങ് തന്നിട്ടുണ്ട്. ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. എഫ് ഓഫ് എക്സ് ഇൻക്രീസ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെ? എഫ് ഓഫ് എക്സ് ഇൻക്രീസ് ചെയ്യുന്ന ഇന്റർവെൽ ഏതാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ? ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് മേലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതായത് ഒരിക്കലും താഴോട്ട് വരില്ല അല്ലെ? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആയിരിക്കും അല്ലെ? അതായത് ഒരിക്കലും ഈക്വൽ ആവില്ല. ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇനി സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അതിങ്ങനെ താഴോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഇങ്ങനെ ഫ്ലാറ്റ് അല്ലെ? ഒന്നുകിൽ ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ? ഇനി സ്ട്രിക്ട്ലി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്താവാം? ഈക്വൽ ആവാനൊക്കെ സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? ഈക്വലും ആവാം സ്ട്രിക്ട്ലി ഇല്ലെങ്കിൽ. പക്ഷെ സ്ട്രിക്ട്ലി ആയതുകൊണ്ട് ഒരിക്കലും ഈക്വൽ ആവില്ല. അത് ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അങ്ങനത്തെ ഉള്ള ഇന്റർവെല് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അത് ഡിഫറൻഷ്യബിലിറ്റിന്റെ അപ്ലിക്കേഷൻ ആണ് അല്ലെ? അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവണം. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുക? അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം 1-2 പോയിന്റ്സ് ഞാൻ പറയാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ബുദ്ധിമുട്ടില്ലല്ലോ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ് ആവുന്നത് എപ്പോഴാണ്? അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് എല്ലാവർക്കും ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ അറിയാലോ.
എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ബുദ്ധിമുട്ടില്ലല്ലോ. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം എന്ന് വെച്ചാൽ എഫിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ഇത് രണ്ടും നമുക്ക് അറിയാമെങ്കിൽ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക, ഡിക്രീസിങ് ആവുക, കോൺസ്റ്റന്റ് ആവുക അല്ലെ? അപ്പം എഫ് എന്ന് പറയുന്നത് ഈസ് ഇൻക്രീസിങ്, സ്ട്രിക്ട്ലി ഇല്ല കേട്ടോ. എഫ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആവണമെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ്, അതായത് എപ്പോഴും മേലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്ന ഗ്രാഫ് ആവണമെങ്കിൽ അതിന്റെ എഫ് ഡാഷ് ഓഫ് എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെ, ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കണം? 0 വലുതായിരിക്കണം, എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇനി എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയണമെങ്കിൽ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, ഞാൻ ഈ ഒരു ചിഹ്നം ഉപയോഗിക്കുന്നുണ്ട്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയണമെങ്കിൽ വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എഫ് ഡാഷ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ, അവിടെ ഈക്വൽ ടു വരില്ല, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇനി അടുത്തത് പറഞ്ഞ എഫ് ഈസ് ഡിക്രീസിങ്. എഫ് ഈസ് ഡിക്രീസിങ് എന്ന് വെച്ചാൽ എഫ് താഴോട്ട് വരികയാണ് അല്ലെ. എഫ് ഡിക്രീസിങ് ആണെങ്കിൽ കണ്ടീഷൻ എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി അതേപോലെ തന്നെ എഫ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. എഫ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് കണ്ടീഷൻ എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 0. ക്ലിയർ അല്ലേ? എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ എഫ് ഡാഷ് ഗ്രേറ്റർ ദാൻ 0, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0. ഇനി എഫ് ഡിക്രീസിങ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി എഫ് ഇസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 0. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി എഫ് ഇതൊന്നും അല്ല, കൂടുന്നില്ല, കുറയുന്നില്ല, സ്ട്രിക്ട്ലിയും കൂടുന്നില്ല, എവിടെയും കൂടുന്നു കുറയുന്നില്ല. എഫ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്, അതായത് ഒരേ വാല്യൂ എല്ലാം അവിടെ എടുക്കുന്നുണ്ട്. എഫ് ഈസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എഫ് ഇൻക്രീസിംഗ് ആണെങ്കിൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കും, ഡിക്രീസിംഗ് ആണെങ്കിൽ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ അല്ല? അപ്പൊ ഈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെറിവേറ്റീവിന്റെ ഭാഗത്ത് നിന്ന് അപ്ലിക്കേഷന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, സോ ഇവിടുത്തെ റിസൾട്ട് ഓർത്തു വെക്കുക. ഈ റിസൾട്ട് കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോവുക. എങ്ങനെ ചെയ്യും? അപ്പൊ ഇവിടെ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്നാ പറഞ്ഞിട്ടില്ല അല്ലെ. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് വേഗം ചെയ്തേ. ആദ്യം എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ വരിക? വേഗം പറഞ്ഞേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4x + 6 ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ്, ആദ്യം എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കുക അല്ലെ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ്? 2x ആണ്. മൈനസ് 4x എന്ന് പറയുമ്പോൾ 4 കോൺസ്റ്റന്റ് ആണ്, ഞാൻ പുറത്തോട്ട് എടുത്തു. ബാക്കി വരുന്നത് എക്സ് ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ നിങ്ങൾ ഇങ്ങനത്തെ റിസൾട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ടാവും. d/dx ഓഫ് x raised to n equal to n into x raised to n minus 1. അങ്ങനത്തെ റിസൾട്ട് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയത് കേട്ടോ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആയിരിക്കും. ഇവിടെ n എന്താണ്? 2 ആണ്. 2x ആയിരിക്കും. മൈനസ് 4 ഇൻറ്റു എന്താണ്? എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ് അല്ലെ. ഇനി പ്ലസ് 6ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 6 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലേ. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് കിട്ടും? 2x - 4 എന്ന് കിട്ടും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലെ. ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയതുകൊണ്ട്. അപ്പോ 2x - 4 ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഒരു 2 കോമൺ ആയിട്ട് എടുത്താല് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ത് വരും? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും അല്ലെ. 2 ഇൻറ്റു എക്സ് മൈനസ് 2 സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് എക്സ് മൈനസ് 2 ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും അല്ലെ. 2 ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലെ. അപ്പൊ എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 2. അതായത് എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആവേണ്ട കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എക്സിന്റെ കണ്ടീഷനാണ്. അതാണ് നമുക്ക് കിട്ടേണ്ടത്. എക്സിന്റെ കണ്ടീഷൻ എന്താ? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 2. 2-നേക്കാളും മുകളിലായിരിക്കണം എക്സ് അല്ലെ. എന്നുവെച്ചാൽ 2, 3, 4, 5, 6, 7 എക്സെട്ര അങ്ങനെ ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം അല്ലെ. 2 എടുക്കാൻ പറ്റുമോ? 2 എടുക്കാൻ പറ്റൂല, കാരണം എന്താ? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും?
എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പൊ നമ്മുടെ ഇന്റർവെൽ ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 2 മുതൽ അങ്ങോട്ടേക്കുള്ള ഏത് നമ്പർ വേണമെങ്കിലും എടുക്കുക, ഇൻഫിനിറ്റി ആണ്. 2ന്റെ അവസ്ഥ എന്താ? ഓപ്പൺ ടു ഇൻഫിനിറ്റി ആയിരിക്കും. റെഡി അല്ലേ? ഓപ്പൺ ഇന്റർവെൽ ടു ഇൻഫിനിറ്റി. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്പൺ ഇന്റർവെൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവേണ്ട ഇന്റർവെല്ലാണിത്. എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആവുന്നത് എപ്പോഴാ? ഓപ്പൺ ഇന്റർവെൽ ടു ഇൻഫിനിറ്റിയിലാണ്. ക്ലിയർ അല്ലേ? ഇതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എഫ് ഓഫ് എക്സ് ഡിക്രീസിങ് ആവുന്ന, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവുന്ന ഇന്റർവെൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവണം. അപ്പൊ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻ ഏതാ? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ്, ഇവിടെ എഴുതിയിട്ടുണ്ട്, എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സ്ട്രിക്ട്ലി ആവുമ്പോൾ സ്ട്രിക്ട്ലി ലെസ് ദാൻ 0. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിക്രീസിങ് ആവുന്ന ഇന്റർവെൽ കിട്ടും. ബുദ്ധിമുട്ടില്ലല്ലോ? അപ്പൊ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവുന്ന ഇന്റർവെൽ ഏതാണ്? ഓക്കെ, സോ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇപ്പൊ നമ്മൾ നോക്കിയത് ഏതാ? ഡെറിവേറ്റീവ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്, ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ഇന്റർവെൽ ഏതാ വരിക? 2 to ഇൻഫിനിറ്റി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ബുദ്ധിമുട്ടില്ലല്ലോ? അടുത്തതിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സിമ്പിൾ ആയിട്ടുള്ള +2 വരുന്ന മെട്രിക്സ് അല്ലെ, വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണ്. മെട്രിക്സും ഡിറ്റർമിനൻസും. മെട്രിക്സെന്നും ഡിറ്റർമിനൻസെന്നും നമ്മുടെ സിലബസിൽ അത്യാവശ്യം നല്ലപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ലാസ്റ്റ് എക്സാമിന് 4-5 ക്വസ്റ്റ്യൻസുകൾ എവിടെ നിന്ന് വന്നിട്ടുണ്ട്? മെട്രിക്സസ്, ഡിറ്റർമിനൻസ്, ഈ 2 ഭാഗത്തു നിന്ന് 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ സുഖമായിട്ട് നമുക്ക് മാർക്ക് കിട്ടും. പ്രോബ്ലംസുകളുണ്ട്, ഇഷ്ടംപോലെ റിസൾട്ടുകളുണ്ട്. അപ്പം വളരെ എളുപ്പമാണ് അല്ലെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സുഖമായിട്ട് നമുക്ക് എന്ത് കിട്ടും? സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മെട്രിക്സസും ഡിറ്റർമിനൻസും. ഓക്കെ, അതിൽ അഡ്ജോയിന്റ്, ഇൻവേഴ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതിൽ പഠിക്കാൻ. ഓക്കെ, സോ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? 5 ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാമിന് ചോദിച്ചത്. അപ്പം ഈ ഏരിയ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. വൃത്തിക്ക് എന്ത് ചെയ്യുക? കവർ ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അത് ഡയറക്റ്റ് റിസൾട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ആണ്. എന്ന് വെച്ചാൽ ആ മെട്രിക്സിന്റെ ഓർഡർ ഈസ് 3/3. അപ്പൊ ആ മെട്രിക്സിൽ എത്ര ആൾക്കാരുണ്ടാവും? 9 എലമെന്റ്സ് ഉണ്ടാവും. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 5. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു എന്ത് വരും? 5 വരും അല്ലെ. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 5. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ ഈക്വൽ ടു, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കാൻ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ ഈക്വൽ ടു റിസൾട്ട് ഉണ്ട് ഡിറ്റർമിനന്റ് ഓഫ് എ റൈസ് ടു n-1. ഡിറ്റർമിനന്റ് ഓഫ് എ റൈസ് ടു n-1. n എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ആണ്. ആ സ്ക്വയർ മെട്രിക്സിന്റെ ഓർഡർ ആണ് എന്ത്? n എന്ന് പറയുന്നത്. ഡിറ്റർമിനന്റ് എ 5 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എ റൈസ് ടു n-1 ആണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഈ ഒറ്റ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഡിറ്റർമിനന്റ് എ നമുക്ക് തന്നിട്ടുണ്ടാവും, എയുടെ ഓർഡർ തരും. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ റൈസ് ടു n-1. അപ്പൊ ഇവിടെ വേഗം ചെയ്തേ. ഇവിടെ n എത്രയാ? 3 ആണ് അല്ലെ. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ എന്ത് വരും? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ എന്ത് വരും? ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് എത്രയാ? 5 ആണ് അല്ലെ. 5 റൈസ് ടു n-1. ഇവിടെ n എത്രയാണ്? 3 ആണ്. അപ്പൊ 3-1, അതായത് 5 സ്ക്വയർ എന്ത് വരും? 25 എന്ന് വരും അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ വരും ഓപ്ഷൻ ഡി, 25 എന്ന് വരും. ഓക്കെ, സോ മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് റിസൾട്ട് ആണ്. ആ റിസൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മളോട് ചോദിച്ചത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ, സോ മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. അപ്പൊ ഇത്രയും ക്വസ്റ്റൻസുകളാണ് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെ കുറച്ച് ക്വസ്റ്റൻസുകൾ, ഒരു 5 ക്വസ്റ്റൻസുകളാണ് നമ്മൾ ചെയ്തത്. ഡിഫറെന്റ് ഏരിയയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റൻസുകളാണ് അല്ലെ. അപ്പൊ ഏകദേശം എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ രീതിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മെട്രിക്സും ഡിറ്റർമിനൻസും. അപ്പൊ ഇനി ബാക്കി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി പ്രീവിയസ് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.